ഹലോ, ഗുഡ് മോർണിംഗ്. ഇൻസുലിൻ പെന്ന് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻസുലിൻ സാധാരണ ഫാർമസിയിലായാലും ഹോസ്പിറ്റലിലായാലും 2 to 8 degrees Celsius ആണ് നമ്മൾ ഇൻസുലിൻ സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഇഷ്ടംപോലെ ബൾക്കായിട്ടുള്ള ഇൻസുലിൻ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും ഒരു ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വയ്ക്കണം. അതിൻ്റെ പൊട്ടൻസിക്കായാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. പക്ഷേ നിങ്ങൾ വീട്ടിൽ ഇൻസുലിൻ കൊണ്ടുപോകുന്നവരെ യൂസ് ചെയ്യുന്നവരെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻസുലിൻ എവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്? ഫ്രീസറിലല്ല. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡായിരിക്കും. പക്ഷേ ഒരിക്കലും ഫ്രീസറിൻ്റെ ഓപ്പോസിറ്റുള്ള കമ്പാർട്ട്മെൻറ്റിലാവരുത്. ഡോറിൻ്റെ വാതിൽ തുറക്കുന്ന ഏറ്റവും ലാസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ വേണം നമ്മൾ ഇൻസുലിൻ സ്റ്റോർ ചെയ്യേണ്ടത്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസുലിൻ പെന്നാവട്ടെ, ഇൻസുലിൻ വയലാവട്ടെ, അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പാവട്ടെ, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു 15 to 25 degrees വരെ നമ്മൾ റൂം ടെമ്പറേച്ചർ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ കാലം നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവിടെ നമുക്ക് ഇൻസുലിൻ സേഫ് അല്ല. അപ്പോൾ കഴിവുന്നത്ര നമ്മുടെ ഇൻസുലിൻ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെയുള്ള കാര്യം, നമ്മളിപ്പം ഓപ്പൺ ചെയ്യാത്ത കാട്രിഡ്ജ് ആവട്ടെ, വയലാവട്ടെ, ഇതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിൽ നമുക്ക് കെപ്റ്റ് ചെയ്യാം. ഒരു ഇൻസുലിൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പരമാവധി നമ്മളൊരു 30 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുക. പുതിയതൊന്നും നമ്മൾ യൂസ് ചെയ്യാം. പിന്നെയുള്ള കാര്യം, നമ്മൾ കാറിലൊക്കെ പോകുമ്പോഴത്തേക്ക് ലോക്ക്ഡ് ആയിട്ടുള്ള കാറിന് ഇൻസുലിൻ വയ്ക്കരുത്. ഡാഷ് ബോർഡുകളിൽ വയ്ക്കരുത്. ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തോട് ഇൻസുലിൻ വയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എവിടെ നമുക്ക് ഇൻസുലിൻ വയ്ക്കാം? നമ്മളൊരിക്കലും നമ്മുടെ ലഗേജിൻ്റെ അകത്ത് ഇൻസുലിൻ വയ്ക്കരുത്. നമ്മുടെ ബാഗിൻ്റെ അകത്ത് തന്നെ ഇൻസുലിൻ വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു ഭാഗത്ത് ഫ്രിഡ്ജോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇൻസുലിനെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അകത്ത് നല്ല ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് നല്ലൊരു വായുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിൽ അതിന് വച്ചതിന് ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. ഡയറക്റ്റായിട്ട് നമ്മൾ ഇൻസുലിനിലോട്ട് ഐസ് വയ്ക്കരുത്. ഫ്രോസനായി പോകേണ്ട ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ശേഷമേ ഇൻസുലിൻ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഐസിലൊന്ന് നമ്മൾ എടുത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ചില പേഷ്യൻസിന് പെയിന്, ഇറിറ്റേഷൻസ് പോലെയുള്ളതൊക്കെ നമുക്ക് തോന്നും. അപ്പം ഇൻസുലിൻ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസുലിൻ നമ്മൾ എപ്പോൾ എടുത്താൽ പോലും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇൻസുലിൻ എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇൻസുലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മിക്കവർക്കും സ്റ്റോറേജ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചില ആൾക്കാർ കൃത്യമായിട്ട് ഇൻസുലിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണത് ഇപ്പോഴും തെറ്റായ രീതിയിലാണ് ഇൻസുലിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്കൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി ആവട്ടെ. താങ്ക് യു.